CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശകരമായ പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതി. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. പോളിംഗ് ബൂത്തിൽ പോലീസും BLOമാരും തമ്മിൽ വാക്കേറ്റം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഖാദർമുല്ല UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് പോലീസുകാരും BLOമാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായത്. ചെറുപ്പുളശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒറ്റപ്പാലം റോഡിൽ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ആവേശകരമായ പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതി. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. എങ്ങനെയുണ്ട് വോട്ടെടുപ്പ്? കുറെ ടൈം എടുക്കണ്ടോ? കുറച്ച് ലാഗാണ്. പക്ഷെ നമ്മളെ ഓട്ടോകാശ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഏകദേശം എത്ര മണിക്കൂർ നിങ്ങൾ ക്യൂ നിന്നു? ഒരു 1.5 മണിക്കൂറിന്റെ മേലെ ക്യൂ നിന്നാ? മെയ് 15-നാകും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. കേരളത്തെ കൂടാതെ അസമും പുതുച്ചേരിയും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. 140 മണ്ഡലങ്ങളിലായി 882 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 3-ാം തവണയും ഭരണം നേടാനായി LDFും 10 വർഷത്തിനു ശേഷം അധികാര കസേരയിലെത്താൻ UDFും കിണഞ്ഞു പരിശ്രമിക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. നിർണായക ശക്തിയാകാൻ കച്ചകെട്ടി NDAയും രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,71,42,952 ഇതിൽ 1,32,20,811 പേർ പുരുഷന്മാരും 1,39,21,868 പേർ സ്ത്രീകളുമാണ്. 273 പേർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ്. ന്യൂസ് ഡെസ്ക് CCN. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് സമാധാനപരമായി പൂർത്തിയായി. കടുത്ത ചൂടിനെ അവഗണിച്ചും രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. തച്ചനാട്ടുകര പഞ്ചായത്തിൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അലനല്ലൂർ എടത്തനാട്ടുകരയിലെ ചില ബൂത്തുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും നാട്ടുകൽ പോലീസ് ഉടൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. നടക്കാൻ പ്രയാസമുള്ള വോട്ടർമാരെ വാഹനങ്ങളിൽ സ്കൂളിനകത്തുള്ള ബൂത്തുകൾ വരെ എത്തിക്കാൻ സൗകര്യമുണ്ടായിരുന്നത് വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വലിയ ആശ്വാസമായി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശിയും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രേംകുമാറും മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെത്തല്ലൂർ UP സ്കൂളിലെ 5 ബൂത്തുകളിലും തെക്കുമുറി അത്തിപ്പറ്റ വെൽഫെയർ വുമൺ സെന്ററിലെ ബൂത്തിലും സ്ഥാനാർത്ഥികൾ സന്ദർശനം നടത്തി. മുന്നണി നേതാക്കൾ രാവിലെ മുതൽ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആവിഷ്കരിച്ച ഹൽവ ബോക്സ് വിതരണ പദ്ധതി നടത്തുന്നുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ചില ബൂത്തുകളിൽ മാത്രമായിരുന്നു ഈ പദ്ധതി. ചെത്തല്ലൂരിലെ കന്നി വോട്ടർമാർക്ക് ഇത് ലഭിച്ചില്ല. എങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമാണ് കന്നി വോട്ടറും വിദ്യാർത്ഥിയുമായ ചെത്തല്ലൂരിലെ സ്വാതി പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ കന്നി വോട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ന് വോട്ട് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി നല്ലൊരു പാർട്ടീനെ മുന്നോട്ട് വരട്ടെ. ജനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഭരണം തന്നെ ഈ ഒരു കേരളത്തിൽ നടപ്പാവാൻ വേണ്ടി നല്ല പാർട്ടി തന്നെ വിജയിക്കട്ടെ.
സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസിനായാലും വനിതകൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും അവർക്ക് മുന്നോട്ട് വരാനുള്ള പല സൗകര്യങ്ങളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നടപടികളും ക്രമങ്ങളും എല്ലാം കൊണ്ടുവരട്ടെ. നിയമസഭയിൽ അതെല്ലാം പാസ്സാവട്ടെ. എല്ലാ ജനങ്ങൾക്കും, വുമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും അവർക്ക് വേണ്ട ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാം നടക്കപ്പെടട്ടെ. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഉള്ള നല്ലൊരു പാർട്ടി തന്നെ ഭരണത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. CCN ചെത്തല്ലൂർ. മങ്കട നിയോജക മണ്ഡലത്തിൽ വോട്ടർമാരുടെ ആവേശകരമായ പങ്കാളിത്തം. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് രേഖപ്പെടുത്തി വിജയപ്രതീക്ഷ പങ്കുവച്ചു. UDF സ്ഥാനാർത്ഥി മഞ്ഞലാക്കുഴി അലി പനങ്ങാങ്ങര GP സ്കൂളിലെ 131 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിൽ UDFന് വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ സമയത്ത് പറയേണ്ടത് തന്നെയാണ്. അത് ഒരിക്കലും പറയാതിരിക്കാൻ അങ്ങനെ വൈകിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ വ്യത്യാസം ഈ ഇലക്ഷനിൽ ഉണ്ടാവുന്നതിന് ഞങ്ങൾ പ്രതീക്ഷ. ജനവിരുദ്ധ വല്ല സർക്കാരായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും വല്ലാത്ത വെറുപ്പുണ്ട്. ഈ സർക്കാർ മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രചാരണരംഗത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സംവിധാനം ഊർജ്ജസ്വലമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്തവണ LDFന് തന്നെയാണ് പ്രതീക്ഷ. ഒരു കാരണവശാലും UDFനോ അല്ലെങ്കിൽ മങ്കടയിൽ പോലും LDFന് പ്രതീക്ഷയുണ്ടെന്നൊക്കെ ആണ് പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും വകയുണ്ടല്ലോ. അടുത്ത 4 തീയതി വരെ എല്ലാവരും പ്രതീക്ഷയിലിരിക്കട്ടെ. മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. തിരൂർക്കാട് MLP സ്കൂളിലെ 173 നമ്പർ ബൂത്തിലെത്തിയാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. മണ്ഡലത്തിലെ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്യുമെന്നും അട്ടിമറി വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആർക്ക് വോട്ട് ചെയ്യണം, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും കന്നി വോട്ടർമാരെ എങ്ങനെയാണ്? ന്യൂ ജനറേഷന്റെ വോട്ട് ബഹുഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. അവരങ്ങനെ തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് ലഭിക്കുന്നില്ല ഉറപ്പ് എന്താണ്? നമ്മൾ വികസനങ്ങളാണോ, എന്താണ് അതിൻ്റെ? വികസനം തന്നെയാണ് കാര്യമായിട്ടുള്ളത്. വികസനത്തിന് അവർ മുൻനിർത്തുന്നത്. മെയ് 4 മലപ്പുറത്താണ് വോട്ടെണ്ണൽ നടക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പോളിംഗ് ബൂത്തിൽ പോലീസും BLOമാരും തമ്മിൽ വാക്കേറ്റം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഖാദർമുല്ല UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് പോലീസുകാരും BLOമാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായത്. വോട്ടർമാർക്ക് ബൂത്തുകൾ കാണിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലായിരുന്ന BLOമാരോട് അവിടെ നിന്നും മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. തങ്ങൾ ഡ്യൂട്ടിയിലാണെന്ന് അറിയിച്ചിട്ടും SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തങ്ങളെ മോശമായി അഭിസംബോധന ചെയ്യുകയും ശാരീരികമായി തള്ളിമാറ്റുകയും ചെയ്തതായി BLO അനൂപ് ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സബ് കളക്ടർക്ക് പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഞങ്ങളോട് മാറിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെയൊക്കെ വെയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് വളരെ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളും BLO ആണ് പറഞ്ഞു. അവരതും മനസ്സിലാക്കാതെ അവർ കയർക്കുകയും അപ്പോൾ ഞാൻ അങ്ങോട്ടും പറഞ്ഞു ഞങ്ങൾ BLO ആണ്, അത് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും TP ഉദയൻ എന്ന് പറഞ്ഞ SI ഉണ്ട്. അദ്ദേഹം വന്നിട്ട് എന്നെ ബലമായി ഉന്തി ഫിസിക്കലി നമ്മളെ വളരെ ഉന്തി മാറ്റി ഒക്കെ ചെയ്തു. എന്നാൽ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടപെട്ടതെന്നും ക്രമസമാധാന നില ഉറപ്പുവരുത്താനാണ് BLOമാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് പോലീസും മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. ഷൊർണൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആനക്കര കുടല്ലൂർ ഹൈസ്കൂളിലെ 21 നമ്പർ ബൂത്തിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഷൊർണൂർ മണ്ഡലം ഇടതുമുന്നണി മികച്ച രീതിയിൽ നിലനിർത്തുമെന്നും തൃത്താലയിൽ MP രാജേഷ് ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മമ്മിക്കുട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ അതിരാവിലെ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത്. തൃത്താല മണ്ഡലത്തിലും ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി MP രാജേഷ്
വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN പട്ടാമ്പി. ജീവിതത്തിൽ ആദ്യമായാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിനല്ലാതെ മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നതെന്ന് ഒറ്റപ്പാലം മണ്ഡല UDF സ്ഥാനാർത്ഥി PK ശശി. തനിക്കു വേണ്ടി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതും ജീവിതത്തിലെ ആദ്യ അനുഭവമാണെന്നും PK ശശി പറഞ്ഞു. കുലുക്കിലിയാട് SVAUP സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭാഗം ഒന്നേതാ ഒന്നില്ല കേട്ടോ അതല്ല ഏതാണ് ഇതാണ് പാർട്ടി ആദ്യമായിട്ടല്ല, രണ്ടാമതാണ് വോട്ട് ചെയ്തത്. രണ്ടാമത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്തത് ആദ്യം. എന്ത് തോന്നി സർ? എന്താണ് ഒരു അനുഭവം? ഭയങ്കര സന്തോഷമല്ലേ? ഐ എം വെരി ഹാപ്പി. ആദ്യമായിട്ടാണ് ഒരുപാട് ചുറ്റിക്ക് എല്ലാത്തേനും വോട്ട് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പാലോളി വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ശശികണ്ഠനായിട്ട് നല്ല സൗഹൃദത്തിൽ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദരണീയനായ മനുഷ്യനല്ലേ, സമാദരണീയനായ മനുഷ്യനല്ലേ പാലോളി എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാരണവരെ പോലെ. ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം നോമിനേഷൻ കൊടുക്കാൻ പോയത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളല്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സാറേ, കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് സാർ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ സാർ പറഞ്ഞൊരു വാചകമുണ്ട്, പ്രേമൻ മിടുക്കനാണ്, വിജയിക്കുന്നത്. ഈ 5 വർഷത്തിന് ശേഷം ഇന്ന് പ്രേമൻ തോൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് വോട്ടിന് വരുന്നത്. ഞാൻ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം മാത്രമല്ല, അതാണ് നടക്കുക ഈ മണ്ഡലത്തിൽ. അത്രയും അപരണ നിർത്തിയാലും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇരിക്കുന്ന എന്നെ നല്ലതുപോലെ അറിയും. എൻ്റെ നാട്ടുകാർക്കറിയും, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയും. ഈ മണ്ഡലത്തിൽ എനിക്ക് അറിയാത്ത ഒരു പ്രദേശമില്ല. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. പൂർണ്ണമായും കോൺഫിഡൻസിലാണ്. പിന്നെ ഐ എം ഫുള്ളി കോൺഫിഡൻറ്റ്. CCN മണ്ണാർക്കാട്. പോളിംഗ് ശതമാനം ആത്മവിശ്വാസം പകരുന്നതാണെന്ന് ഒറ്റപ്പാലം മണ്ഡലം NDA സ്ഥാനാർത്ഥി മേജർ രവി. ശ്രീകൃഷ്ണപുരം മേഖലയിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച ശേഷം CCN ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മേജർ രവി. പ്രതീക്ഷ എന്നും ഉണ്ട്. ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് ഈ വോട്ടിംഗ് പാറ്റേൺ പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് അത് വളരെയധികം ഹാർട്ടനിങ് ആണ് നമുക്ക്. ഇപ്പൊ ഉച്ചയായപ്പോൾ തന്നെ ഏകദേശം 48% വോട്ടിംഗ് കഴിഞ്ഞിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോഴും ഈ ഈവനിങ് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ റഷുണ്ട്. എല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 80-85% വരും എന്നുള്ളതാണ് ഒരു കണക്ക് കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനറലി പെർസെൻറ്റേജ് കൂടുമ്പോൾ മറ്റു പാർട്ടിക്കാർക്ക് കുറച്ച് ഡൾ ഫീലിംഗ് ആണ് ഉണ്ടാകും. കാരണം അവരെല്ലാം ഉറച്ച വോട്ടുകൾ ഇന്നും അവർ 50%, 40% ഒക്കെ വരികയാണെങ്കിൽ അത് കറക്റ്റ് അവർക്കുള്ളതാണ്. പക്ഷെ ഇതിപ്പോൾ കൂടുന്ന സമയത്ത് ഫാമിലീസ് എല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നു. ലേഡീസ്, വയസ്സായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ അതാണ് ഇതിൻ്റെ ഒരു സൈൻ കാണുന്നത്. ഡെഫിനറ്റായിട്ടും ഹോപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് കൺഫർമേഷൻ ലെവൽ. കാരണം ഇതിനകത്ത് ഒന്നും ക്ലെയിം ചെയ്യാനൊന്നുമില്ല. ഇന്നത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നാളെ എന്തിനെന്ന് പറഞ്ഞാലും ശരി 4-ാം തീയതി ഇതൊക്കെ കൃത്യമായിട്ടുണ്ട് വരും. നമ്മൾ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം
പീപ്പിൾ ആർ വോട്ടിംഗ് ഫോർ മീ എന്നുള്ളത്. മറ്റുള്ളവർക്കും അതുപോലെ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഗോട്ട് എ ഹോപ്പ്. ഇപ്പം കുറച്ചുകൂടെ ഹോപ്പ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. രാവിലെ എവിടെയായിരുന്നു വോട്ട് ചെയ്യാൻ പോയിരുന്നത്? പട്ടാമ്പി തന്നെയാണ്. പട്ടാമ്പിയല്ല, എൻ്റെ വോട്ട് കിടക്കുന്നത് പുത്തൻകുരിശ്, എറണാകുളത്തിന് അപ്പുറത്ത്. ഞാൻ നല്ല രാത്രി ഇവിടുന്ന് പോയി, കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി 6:30 മണിയായിരുന്നു ഞാൻ ബൂത്തിലെത്തി. അപ്പം തന്നെ അവിടെ 10 ആൾക്കാരുണ്ട്. പിന്നെ 7 മണിക്കാണ് അവർ തുറക്കുള്ളൂ. അത് തുറന്ന് 7 മണിക്ക് പിന്നെ തിരിച്ച് വൈഫിനെ കൊണ്ട് വീട്ടിലാക്കി 7:30 മണിയായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കൃത്യം ഒറ്റപ്പാലത്ത് എത്തിയപ്പോഴത്തേക്കും 10 മണിക്ക് ഞാൻ ഹോട്ടലിലെത്തി. അങ്ങനെ വിട്ടുപോകുന്നു. ആ 10 മണിക്ക് ശേഷം കിടന്ന് കറക്കം തന്നെയാണ് ഇപ്പോൾ. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ബൂത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവരുടെ ആവേശം കാണുമ്പോൾ നമുക്കറിയാം സാറേ നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് സ്ലിപ്പ് വാങ്ങിക്കാൻ വരുന്നതൊക്കെ കൺഫേം വോട്ടുകാരാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ദേ വിൽ സ്റ്റാർട്ട് ഗോയിങ് ഫോർ ദ ന്യൂട്രൽ വോട്ട്. CCN കടമ്പഴിപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രേംകുമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട് ALP സ്കൂളിലെ 83-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അമ്മ സരസ്വതി, ഭാര്യ ദീപ, മകൾ ആര്യ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം പോളിംഗ് സ്റ്റേഷനിലെത്തിയത്. മണ്ഡലത്തിൽ ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. അതിന്റെ ഭാഗമായി കുളക്കാട് ALP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബസമേതം വന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അത് തെളിയിക്കപ്പെടുന്ന ഒരു ഫലമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നന്ദി. പൊതുവിൽ നമുക്ക് അങ്ങനെ വേറെ ഒരു അധിക സംസാരമില്ല. എങ്കിലും നമ്മുടെ ഒറ്റപ്പാലം നഗരസഭ, ലക്കിടിപേരൂർ പഞ്ചായത്ത്, അമ്പലപ്പാറ പഞ്ചായത്ത്, പൂക്കോട്ടുകാവ് പഞ്ചായത്ത് അതിലെ സെലക്റ്റഡ് ആയിട്ടുള്ള ബൂത്തുകളിലാണ് പോയത്. ശേഷിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം കഴിഞ്ഞ് എൻ്റെ പോളിംഗ് വോട്ട് കഴിഞ്ഞു. ഇനി തച്ചനാട്ടുകര, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം ഈ 4 പഞ്ചായത്തുകളിൽ സെലക്ട് ചെയ്ത ബൂത്തുകളിൽ പോവുകയും ചെയ്യും. ഭൂരിപക്ഷം നമ്മുടെ മാത്രം വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ശരി. നമ്മുടെ മാത്രം വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എങ്കിലും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിലുള്ളത്. ആത്മവിശ്വാസമാണുള്ളത്. CCN കടമ്പഴിപ്പുറം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MLAയുമായ KS സലീഖ വോട്ട് രേഖപ്പെടുത്തി. കടമ്പഴിപ്പുറം GUP സ്കൂളിലെ 84-ാം നമ്പർ ബൂത്തിലെത്തിയാണ് അവർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ പ്രതിഫലനം വോട്ടിംഗിൽ ദൃശ്യമാണെന്നും വോട്ട് ചെയ്ത ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലത്തിൽ 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഇത്തവണ LDFന് ലഭിക്കുമെന്നും വലിയ വിജയമുറപ്പാണെന്നും KS സലീഖ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഗവൺമെന്റിന്റെ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. വികസനം തുടർച്ചയായി ഗവൺമെന്റ് വന്നാലേ നടക്കുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവണമെന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒറ്റപ്പാലം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രേംകുമാർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി 2021 ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമെന്നത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിലെ പ്രവർത്തനങ്ങളും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. വികസനത്തിന്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടാവുന്നതിന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുരേഷ് രാജ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിലെ 42-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം തുടരുന്നതിനുള്ള ജനവിധിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുകയെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ LDFന്റെ ഭരണം കേരളത്തിലെ ജനങ്ങളെ ആകെ സംരക്ഷിച്ചു നിർത്തിയ ഒരു ഭരണമാണ്. അതിന്റെ ഭാഗമായി മൂന്നാമതും LDF അധികാരത്തിൽ വരണമെന്ന അമിതമായിട്ടുള്ള ആഗ്രഹം കേരളത്തിലൊട്ടാകെ പ്രകടിപ്പിച്ചു വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10-20 ദിവസമായി
നടന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിത ശക്തിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ 13 സീറ്റിലും 12 സീറ്റിലും വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലും വിജയസാധ്യത ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ഒറ്റപ്പാലത്ത് അസംബ്ലി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രേംകുമാർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ MLA ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. തീർച്ചയായും പ്രേംകുമാറിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റപ്പാലത്ത് വിജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CCN കടമ്പഴിപ്പുറം. പാലക്കാട് MP VK ശ്രീകണ്ഠനും ഭാര്യയും കോങ്ങാട് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ KA തുളസിയും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഷൊർണൂർ സെന്റ് തെരേസസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 181 നമ്പർ ബൂത്തിലെത്തിയാണ് ഇരുവരും വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാടിന് എക്കാലവും ഒരു മതേതര മനസ്സാണ് ഉള്ളതെന്നും ഇവിടെ വിഭാഗീയ രാഷ്ട്രീയം വിലപ്പോകില്ലെന്നും വോട്ട് ചെയ്ത ശേഷം VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ UDF മികച്ച വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിയമം കയ്യിലെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പാർട്ടി അവിടെ വോട്ടർമാരോട് വോട്ട് ചോദിക്കാൻ പോലും തടസ്സപ്പെടുത്തിയതും അവിടെ കൊലവിളി നടത്തിയതൊക്കെ നിങ്ങൾക്ക് കണ്ടതാണ്. അപ്പോൾ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അന്നേ ജനങ്ങൾ തീരുമാനിച്ചു. പാലക്കാട് ഒരു മതേതര മനസ്സാണ്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളില്ല. അപ്പോൾ അത് വിഭാഗീയത വെറുപ്പിന്റെ രാഷ്ട്രീയവും പാലക്കാടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ ദിവസം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള നിയമം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാകും. നടത്തിയവർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ തിരിച്ചടി ലഭിക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്ന BJP കൂട്ടുകെട്ട് ആരോപണങ്ങൾ പരാജയഭീതി മൂലം എതിരാളികൾ ഉന്നയിക്കുന്നതാണെന്ന് KA തുളസി പ്രതികരിച്ചു. തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു പ്രചാരണമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കോങ്ങാടിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ്. അവർക്കറിയാം കോങ്ങാട് മണ്ഡലത്തിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിയും ശേഷിയും ഉള്ള ആളുകളാണ് കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ. ഇത്തരം ആരോപണങ്ങളെയൊക്കെ അവർ തള്ളിക്കളയും. തോൽവി ഉറപ്പായതുകൊണ്ടാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കോങ്ങാട് മണ്ഡലത്തിൽ UDF-ന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. CCN കടമ്പഴിപ്പുറം. 100% വിജയപ്രതീക്ഷയെന്ന് മണ്ണാർക്കാട് ഇടതു സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ. ഇത്തവണ എനിക്ക് തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് നല്ലൊരു അനുഭവമാണ്. കുടുംബത്തോടൊപ്പം എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിലെത്തി വോട്ട് ചെയ്ത് മണ്ണാർക്കാട് LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ. മണ്ഡലത്തിലെ ഉടനീളം ഈ കഴിഞ്ഞ ദിവസങ്ങളായി സഞ്ചരിക്കായിരുന്നല്ലോ. മണ്ണാർക്കാട് താലൂക്കിലെ അലനല്ലൂർ പഞ്ചായത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ ബോർഡർ വരെയുള്ള വിശാലമായ മണ്ണാർക്കാട് മണ്ഡലം, അതിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ 15 വർഷത്തെ വികസന മുരടിപ്പാണ് കാണാൻ കഴിയുന്നത്. അതിനെതിരെയുള്ള ഒരു തിരുത്തൽ അത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് സ്വീകാര്യതയായി മണ്ഡലത്തിലുടനീളം അനുഭവപ്പെടുകയാണ്. അത് വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിരാവിലെ മുതൽ തന്നെ നല്ല ക്യൂ ആണുള്ളത്. അതെ, എല്ലാം അങ്ങനെ വോട്ടായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത, ഇടതുമുന്നണി ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളുടെ റിസൾട്ടും ഇനി സ്ഥാനാർത്ഥിക്ക് ഗുണകരമായി മാറുകയാണ്. ഈ മണ്ഡലത്തിൽ നടന്ന കഴിഞ്ഞ 15 വർഷമായി നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കുവാനുള്ള സുവർണാവസരമായി വോട്ടർമാർ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകതയായി കാണുന്നത്. എല്ലാ പ്രാവശ്യവും ഇത്ര നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ എത്താറുണ്ടോ? തീർച്ചയായും, ഏതാണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ എത്താറുള്ളത്. CCN മണ്ണാർക്കാട്. PK ശശിയുമായി നല്ല സൗഹൃദം. രാഷ്ട്രീയ അഭിപ്രായം ഓരോരുത്തർക്കും വ്യക്തിപരമാണ്.
മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു പാലോളി. കഴിഞ്ഞ തവണത്തേക്കാൾ അതിനേക്കാൾ കഴിഞ്ഞ തവണ LDF ആദ്യം കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാളും കൂടുതൽ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഒരു ഗവൺമെൻറ് രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ടല്ലോ. പഴയ സൗഹൃദം യാതൊരു വ്യത്യാസമില്ല. സൗഹൃദം നല്ല രീതിയിൽ തോന്നുന്നു. വ്യക്തിപരമായ സൗഹൃദം. ചേരിമാറ്റത്തെ കുറിച്ച് സഖാവിന് എന്താ പറയാനുള്ളത്? അത് ചേരിമാറ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമാണ്. അദ്ദേഹത്തിന് ആ രാഷ്ട്രീയം തോന്നി അദ്ദേഹം പോയി അത്രയും. CCN മണ്ണാർക്കാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ MP രാജേഷ് വോട്ട് രേഖപ്പെടുത്തി. കൈലിയാട് പോളിംഗ് ബൂത്തിലെത്തിയാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി വൻ വിജയം കൈവരിക്കുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനെ ഭരണമേൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഫണ്ടിൽ പോലും അഴിമതി നടത്തിയവരുടെ കയ്യിൽ കേരള ഭരണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നതിൻ്റെ ആക്രാന്തം കൂടി UDFന് ഉണ്ടാവും. ആക്രാന്തത്തോടെയുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്ന് തെളിയിക്കുന്നതാണ് വയനാട് ഈ ദുരന്തത്തിൽ പിരിച്ച ഫണ്ടിൽ അഴിമതി നടത്തിയത്. അതിന് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പിരിച്ച ആപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അധികാരമില്ലെങ്കിൽ പോലും അഴിമതി നടത്തുകയാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടാണല്ലോ അഴിമതി ആരോപണങ്ങൾ വരേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്റിനെതിരെ, അതിലെ ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. ആ പ്രതിപക്ഷം ഇപ്പോൾ അഴിമതി ആരോപണത്തിൻ്റെ കുരുക്കിൽ നിൽക്കുകയാണ്. ആരോപണത്തിൻ്റെ അല്ല, ഇപ്പോൾ ആളുകൾക്കാർക്കും ഇനിയിപ്പോൾ അതൊരു ആരോപണമല്ലല്ലോ, വ്യക്തമായി കഴിഞ്ഞതല്ലേ. ഇപ്പം ഇവരുടെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും എന്ന് വിവേകമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കുമല്ലോ. അതുകൊണ്ട് UDFന് ആളുകൾ പരിഗണിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. വൻ വിജയം LDF. തൃത്താലയിലെ സാധ്യത എങ്ങനെയാണ്? തൃത്താലയിൽ കംഫർട്ടബിളായിട്ട് ജയിക്കും. ഞാൻ തുടക്കം മുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കംഫർട്ടബിളായി LDF ജയിക്കും. UDF സ്ഥാനാർത്ഥി VT ബൽറാം VT പട്ടിത്തറ പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 83 ഒതലൂർ അംഗൻവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി. CCN പട്ടാമ്പി. പട്ടാമ്പി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ വോട്ട് രേഖപ്പെടുത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് AM-UP സ്കൂളിലെ 190 നമ്പർ ബൂത്തിലെത്തിയാണ് അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ജനങ്ങൾ തന്നെ ചേർത്ത് നിർത്തുമെന്ന് മുഹസിൻ പറഞ്ഞു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധത്തിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മികച്ച വിജയമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല വളരെ വളരെ ശുഭപ്രതീക്ഷയിലാണുള്ളത്. പട്ടാമ്പിയിലെ ജനങ്ങൾ ഒരമ്മ കുഞ്ഞിനെ മാറോട് ചേർത്തെടുക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. കാരണം ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടെ നിന്ന് ഇത്രയും കാലം നിന്നൊരാൾ എന്നുള്ള നിലക്ക്
ആ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CCN പട്ടാമ്പി. തലയെടുപ്പുള്ള ആനകളും തേരും കാളകളും കുതിരയും വാദ്യമേളങ്ങളുമായി കോത്തക്കുറിശി ചേറമ്പറ്റക്കാവിൽ പൂരം ആഘോഷമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 40ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരന്നു. 40 ജോഡി ഇണക്കാളകളെയും പൂരത്തിന് എഴുന്നള്ളിച്ചു. വൈകുന്നേരത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആനകളും ആഘോഷങ്ങളും വാദ്യഘോഷ സമേതം എഴുന്നള്ളിപ്പുകളായി ചേറമ്പറ്റക്കാവിലെത്തി. അലങ്കരിച്ചൊരുക്കിയ ഇണക്കാളക്കോലങ്ങളും തിറയും പൂതനും മറ്റു നാടൻ കലാരൂപങ്ങളും വിവിധ വേഷങ്ങളും ചവിട്ടുകളിയും ദേശവേലകൾക്ക് അകമ്പടിയായി. തിറയും പൂതനും കളം നിറഞ്ഞാടി. ഒൻപത് നിലയുള്ള അലങ്കാരത്തേര് ചേറമ്പറ്റക്കാവ് പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ്. പാലക്കോട് മുതലിയാർ തെരുവിലെ തേര് ശ്രീകോവിൽ വലം വെച്ച ശേഷം 52-ലെ കാള, നൊട്ടത്ത് കാള, തൃക്കടീരി ദേശക്കാള എന്നിവ കാവിറങ്ങി. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇണക്കാളകളും ആനപ്പൂരങ്ങളും ക്രമപ്രകാരം കാവിറങ്ങി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 40ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരന്നു. ചളവറ, പുലിയാനംകുന്ന്, കുറ്റിക്കോട്, തരുവക്കോണം, പാവുക്കോണം, അനങ്ങനടി, തൃക്കടീരി, പത്തംകുളം, പാലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ദൃശ്യ വിരുന്നായി. ജോഡി ഇണക്കാളകളെയും പൂരത്തിന് എഴുന്നള്ളിച്ചു. വാദ്യഘോഷത്തിന്റെ അകമ്പടിയിൽ വേലകളെല്ലാം ക്ഷേത്രപ്രദക്ഷിണം പൂർത്തിയാക്കുന്നതോടെയാണ് പകൽപൂരത്തിന് സമാപനമായത്.
CCN, ചെറുപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒറ്റപ്പാലം റോഡിൽ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിന് സമീപത്ത് നിൽക്കുന്ന ഉപയോഗശൂന്യമായ വൈദ്യുത പോസ്റ്റിലാണ് മാങ്ങോട് സ്വദേശിയുടെ കാർ ഇടിച്ചു കയറിയത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് സമീപത്തുള്ളവർ പറയുന്നത്. പോസ്റ്റ് തകർന്ന സമീപത്തെ കടയുടെ ബോർഡിന് മുകളിലേക്ക് വീണെങ്കിലും കേടുപാടല്ലാതെ മറ്റ് അപകടമുണ്ടാകാത്തത് ആശ്വാസമായി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിനും കേടുപാടുണ്ടായി. KSEB അധികൃതരെത്തി പോസ്റ്റ് നീക്കം ചെയ്താണ് കാർ മാറ്റിയത്. CCN, ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശകരമായ പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതി. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. പോളിംഗ് ബൂത്തിൽ പോലീസും BLOമാരും തമ്മിൽ വാക്കേറ്റം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഖാദർമുല്ല UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് പോലീസുകാരും BLOമാരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായത്. ചെർപ്പുളശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഒറ്റപ്പാലം റോഡിൽ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.